ന്യൂലി ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് യൂഷ്വലി നമ്മൾ ഇൻസുലിൻ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതും പ്രത്യേകിച്ചും റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ അവർ ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ഏത് തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് യൂഷ്വലി നമ്മൾ കൊടുക്കേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോൾ ഇൻസുലിൻ എടുക്കണം എന്നുള്ളതും ഇൻസുലിൻ എടുക്കുമ്പോൾ വരുന്ന സൈഡ് എഫക്റ്റുമാണ് ഏറ്റവും ആദ്യത്തെ പ്രയോറിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ദാറ്റ് മീൻസ് ഈ ഇൻസുലിൻ ആക്റ്റീവ്ലി ഒരാൾ ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ 5 to 10 മിനിറ്റ്സ് ജസ്റ്റ് ബിഫോർ ഫുഡോ ആയിരിക്കണം പേഷ്യൻ്റ് ഇൻസുലിൻ എടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഹൈപ്പോഗ്ലൈസീമിയ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ പേഷ്യൻ്റ് ഏതൊരു ആക്റ്റീവ്ലി ഫുഡ് കഴിക്കുമ്പോഴോ ആക്റ്റീവ്ലി ഈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ 5 to 10 മിനിറ്റ്സ് ജസ്റ്റ് ബിഫോർ ഫുഡോ ആയിരിക്കണം ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ഇൻസുലിൻ സബ്ക്യൂ ആയിട്ടാണ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഇൻസുലിൻ എടുക്കേണ്ടത് എന്നുള്ളത് ഡിസ്ചാർജ് അഡ്വൈസിൽ തന്നെ റിട്ടൺ ഡെമോൺസ്ട്രേഷൻ എടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഒരു ഇൻസുലിൻ വയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 28 ഡേയ്സ് വരെ മാത്രമാണ് അത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാൽ 29th ഡേ തുടങ്ങി നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഡിസ്കാർഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ എപ്പോഴും ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ലിപ്പോഡിസ്ട്രോഫിയിലേക്ക് ലീഡ് ചെയ്യാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ അനോട്ടമിക്കൽ സൈറ്റ് റൊട്ടേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കണം.